നമസ്കാരം. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. അയ്യപ്പൻ്റെ ശ്രീകോവിൽ ഭാഗങ്ങൾ മോഷ്ടിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള മറുപടിയും ജനം നൽകി. സ്വർണ്ണക്കൊള്ളക്കാരെ സംരക്ഷിച്ച CPMൻ്റെ ചെകിട്ടത്തേറ്റ അടിയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഫലം എന്നുള്ളതിൽ ഒരു തർക്കമില്ല. തിരുവനന്തപുരം നഗരസഭയിൽ സംസ്ഥാന തലസ്ഥാനത്തടക്കം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കണം എന്ന് മലയാളി വിധിയെഴുതിയെന്നത് ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വിശകലനമല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ വിശകലനം അറിയാനുള്ള താല്പര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ വിലയിരുത്തൽ എന്താണ്? ഈ വലിയ വിജയം UDF അവകാശപ്പെടുന്നത് വലിയ വിജയം നേടിയതാണ്. അത് അങ്ങയുടെ പാർട്ടിക്കാർ വോട്ട് കൊള്ള നടത്തി നേടിയതാണോ? കാരണം കോൺഗ്രസിൻ്റെ വിജയത്തിൽ രാഹുൽ തിയറി അനുസരിച്ചാണെങ്കിൽ അത് ന്യായമായും സംശയിക്കാവുന്നൊരു കാര്യമാണ്. കാരണം വോട്ടർ പട്ടിക അട്ടിമറിച്ച് മെഷീനിൽ അട്ടിമറി നടത്തി നേടിയ വിജയമാണിതെന്ന് ഞാൻ ആരോപിച്ചാലോ എങ്ങനെ ഉണ്ടാവും? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വസിക്കാനാവില്ല എന്നാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കൂടി ഡൽഹിയിൽ വോട്ട് ചോരി എന്ന് പറഞ്ഞ് കോൺഗ്രസ് വലിയ റാലി നടത്തി. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ആ റാലിയിൽ അവഹേളിച്ചതിന് കണക്കില്ല. ഏറ്റവും വലിയ തമാശ, നമ്മുടെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് KPCC പ്രസിഡൻറ്റും ഭാരവാഹികളുമൊക്കെ നേരെ വോട്ട് ചോരിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയത്. കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് വോട്ട് കൊള്ളയില്ല, പക്ഷേ ബീഹാറിൽ തോറ്റു കഴിഞ്ഞാൽ അവിടെ വോട്ട് ചോരിയാണ്. തെലങ്കാനയിൽ കോൺഗ്രസ് ജയിച്ചാൽ അവിടെ വോട്ട് ചോരിയില്ല. ഹരിയാനയിൽ തോറ്റപ്പോൾ സർവത്ര വോട്ട് കൊള്ളയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുമ്പോൾ മാത്രം വോട്ട് കൊള്ള. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ തിയറി. കൊള്ള നടത്തി ഹരിയാന ജയിച്ച BJP രാജ്യദ്രോഹികളാണ് എന്ന് പാർലമെൻറ്റിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ താങ്കളുടെ പാർട്ടി ജയിച്ചത് കൊള്ള നടത്തിയാണോ സർ? താങ്കളുടെ പാർട്ടിക്കാർ ജയിച്ച ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലടക്കം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഇതെല്ലാം വോട്ട് കൊള്ളയായിരുന്നു എന്ന് സമ്മതിക്കുമോ? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ താങ്കൾക്ക് വിശ്വാസമില്ല എന്ന് ലോകം മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന ആളാണ്. ഇതിന് ഉത്തരം പറയാൻ രാഹുൽ ഗാന്ധിക്കും KC വേണുഗോപാലിനും സണ്ണി ജോസഫിനും VD സതീശനും ഒക്കെ ബാധ്യതയുണ്ട്. ഇവിടെ EVM മെഷീനുകളെ വിശ്വാസമില്ലെന്ന് നിങ്ങളുടെ അംഗങ്ങൾ പാർലമെൻറ്റിൽ പ്രസംഗിച്ചിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. കേരളത്തിലെ വോട്ടിംഗ് മെഷീനുകളെ കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമുണ്ടോ? ഈ ഡൽഹി റാലിയിൽ പങ്കെടുക്കാൻ പോയ KPCC പ്രസിഡൻറ്റിനോടും അദ്ദേഹത്തിൻ്റെ സംഘത്തിനോടും ഇക്കാര്യങ്ങൾ ആരെങ്കിലും ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒന്ന് നമുക്ക് മനസ്സിലായി, കോൺഗ്രസ് തോൽക്കുമ്പോൾ മാത്രമേ രാഹുൽ ഗാന്ധിക്കും കൂട്ടുകാർക്കും വോട്ട് കൊള്ള എന്നുള്ള ആരോപണമുള്ളൂ. അവർ ജയിച്ചാൽ ആഹാ ഗംഭീരം, ഞങ്ങൾ ജയിച്ചാൽ ഇതെന്ത് പരിപാടിയാണ്, ഇതെന്ത് മര്യാദയാണ്, ഇതെന്ത് ജനാധിപത്യ രീതിയാണ്? വോട്ട് കൊള്ള റാലി കഴിഞ്ഞ് കേരളത്തിലെത്തിയ ആരെങ്കിലും ഈ കാര്യം വിശദീകരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാറ്റ് ബോക്സിൽ മെസ്സേജായിട്ടിടണം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.